ട്രീറ്റ് ചെയ്ത വാട്ടറിനെ നമുക്ക് ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് സപ്ലൈ ചെയ്യണം. കമ്മ്യൂണിറ്റി മീൻസ് ഒരു ഫയറോ അല്ലെങ്കിൽ പബ്ലിക് വാട്ടർ സപ്ലൈ സിസ്റ്റം ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്കായി എത്തിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ എലമെൻറ്റിനെയും കൂട്ടിച്ചേർത്ത് പറയുന്ന സിസ്റ്റത്തിനെയാണ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനകത്ത് കൺട്രോളിംഗ് വാൽവ് വരാം, പൈപ്പ് ലൈൻസ് വരാം, അതുപോലെ സർവീസ് കണക്ഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് കറക്റ്റ് ആ ക്വാളിറ്റിയിലും ആ വാട്ടറിൻ്റെ ക്വാണ്ടിറ്റിയും പ്രഷറും ഒക്കെ ഒരുപോലെ തന്നെ ആയിരിക്കണം. നമ്മൾ എത്ര പേർക്ക് എത്തിക്കുന്നോ അത്ര പേർക്കും. അപ്പം ഒരേ ക്വാണ്ടിറ്റിയിലും ഒരേ പ്രഷറിലും ക്വാളിറ്റിയിലും ഉള്ള വാട്ടേഴ്സ് തന്നെ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റണം. നെക്സ്റ്റ് കമ്പോണൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നോക്കാം. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട്. പൈപ്പ് ലൈൻ ഓഫ് വേരിയസ് സൈസസ്, പല സൈസസിലുള്ള പൈപ്പ് ലൈൻസ് ആണുള്ളത്. ദെൻ വാൽവ്സ് ഫോർ കൺട്രോളിംഗ് ഓഫ് ഫ്ലോ, ഫയർ ഹൈഡ്രൻറ്റ്, ഡിസ്ചാർജ് മീറ്റേഴ്സ്, സർവീസ് കണക്ഷൻസ്, പമ്പ്സ്, സർവീസ് റിസർവോയ്സ്, ഇതെല്ലാം ചേർന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് റിക്വയർമെൻറ്റ് ഓഫ് ഗുഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ എഴുതാം. ചിലപ്പോൾ ഫാക്ടേഴ്സ് എന്നായിരിക്കാം അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് എന്ന് തന്നെ ആയിരിക്കാം ചോദിക്കുന്നത്. വാട്ടർ ക്വാളിറ്റി ഷുഡ് നോട്ട് ഗെറ്റ് ഡിറ്റീരിയോറേറ്റഡ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ പൈപ്സ്. ഇറ്റ് ഷുഡ് ബി സേഫ് എഗെയിൻസ്റ്റ് എനി ഫ്യൂച്ചർ പൊല്യൂഷൻ ഓഫ് വാട്ടർ. ഇപ്പോൾ നമ്മൾ വാട്ടർ സപ്ലൈ ചെയ്യുന്ന ആ ഒരു സിസ്റ്റം കാണുമല്ലോ, അതിനകത്തോട്ട് കയറിയാലും ചിലപ്പോൾ ഔട്ട്സൈഡിൽ നിന്ന് പൊല്യൂഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ വെള്ളം പൊല്യൂട്ടഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ വരുന്ന പൊല്യൂഷൻസ് ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിൽ സേഫായിട്ടായിരിക്കണം നമ്മൾ സപ്ലൈ ചെയ്യേണ്ടത്. സെക്കൻഡ്, ഇറ്റ് ഷുഡ് ബി ക്യാപ്പബിൾ ഓഫ് സപ്ലൈയിങ് വാട്ടർ അറ്റ് ഓൾ ദ ഇൻറ്റൻഡഡ് പ്ലേസസ് വിത്ത് സഫിഷ്യൻറ്റ് പ്രഷർ ഹെഡ്. നമ്മൾ ഇപ്പോൾ ഏതൊക്കെ സ്ഥലത്താണോ നമ്മൾ വാട്ടർ സപ്ലൈ ചെയ്യുന്നത് അവിടെയെല്ലാം ഒരു പ്രോപ്പറായിട്ടുള്ള പ്രഷർ ഹെഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. ഫോർ എക്സാമ്പിൾ ഒരു ഹില്ലി ഏരിയ എടുക്കുകയാണ്. ആ ഹില്ലി ഏരിയ ആയാലും സപ്ലൈ ചെയ്യാനുള്ള പ്രഷർ ഹെഡ് അതിലുണ്ടായിരിക്കണം. ഏകദേശമുള്ള എല്ലാ സ്ഥലങ്ങളിലും, ഏകദേശം എന്നല്ല, നമ്മളിപ്പോൾ സപ്ലൈ ചെയ്യുന്നിടത്തെല്ലാം തന്നെ ഒരേ പ്രഷർ ഹെഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാണ് ഒരു ഗുഡ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഷുഡ് ബി capable of supplying the requisite amount of water during fire fighting. ഫയർ ബ്രേക്ക് ഉണ്ടാകുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഒരു ഫയർ ബ്രേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെതിരെ വാട്ടർ സപ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് ഉണ്ടായിരിക്കണം. Fourth point, the layout should be such that no consumers would be without water supply during the repairs of any section of the system. സിസ്റ്റത്തിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻസിൽ എന്തെങ്കിലും ഒരു പണി നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പൈപ്പ് ലൈൻ പൊട്ടി, അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ മെയിൻ്റനൻസ് വർക്ക് നടക്കുകയാണെങ്കിൽ ഓരോ കസ്റ്റമേഴ്സിനും വാട്ടർ സപ്ലൈ ഉണ്ടാകാത്ത തരത്തിലായിരിക്കണം നമ്മൾ ലേ ഔട്ട് ചെയ്തിട്ടുണ്ടാവുക. All the distribution pipes should be preferably laid 1 meter away or above the sewer lines. സീവർ ലൈൻ ഉണ്ടെങ്കിൽ ആ സീവർ ലൈനിൻ്റെ മുകളിലോ അല്ലെങ്കിൽ സീവർ ലൈനിൽ നിന്ന് 1 മീറ്റർ മാറിയിട്ടോ ആയിരിക്കണം നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ പൈപ്പ്സ് ഉണ്ടായിരിക്കുക. It should be fairly watertight as to keep losses due to leakage to the minimum. നമ്മൾ വാട്ടറിൻ്റെ ലീക്കേജ് കാരണം ലോസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ ലോസ് എന്ന് പറയുന്നത് മിനിമം ആക്കാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഈ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം സിമ്പിളായിരിക്കണം, ഈസി ആയിരിക്കും. എന്തെങ്കിലും മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ അധിക കോസ്റ്റൊന്നുമില്ലാതെ ഒരു മിനിമം കോസ്റ്റിന് നിൽക്കത്തക്ക രീതിയിലായിരിക്കണം വർക്ക് നടക്കാനുണ്ടായിരിക്കുക. Then it should be safe as not to cause the failure of pipelines by bursting. നമ്മൾ യൂസ് ചെയ്യുന്ന ഈ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് യൂസ് ചെയ്യുന്ന പൈപ്പ്സ് ഒന്നും പൊട്ടിപ്പോകാതിരിക്കാനുള്ള ചാൻസ് മാക്സിമം എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഇനിഷ്യൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നതും ചീപ്പായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ഫാക്ടേഴ്സിൽ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ലേ ഔട്ട് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലേ ഔട്ട്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഒരു പബ്ലിക് വാട്ടർ സപ്ലൈ സിസ്റ്റത്തിന് വേണ്ടി കൊടുക്കുന്ന അറേഞ്ച്മെൻറ്റ് ഓഫ് പൈപ്പ് അപ്പർട്ടൻസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലേ ഔട്ട് എന്ന് പറയുന്നത്. അതുപോലെ ദ ഡിസ്ട്രിബ്യൂഷൻ പൈപ്സ് ആർ ജനറലി ലെയ്ഡ് ബിലോ ദി റോഡ് പെർമെൻറ്റ്സ് ആൻഡ് ആസ് സച്ച് ദെയർ ലേഔട്ട്സ് ജനറലി ഫോളോസ് ദി ലേഔട്ട്സ് ഓഫ് റോഡ്സ്. ഇപ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ റോഡിൻ്റെ അതേ ലെവലിൽ താഴെയായിരിക്കും, വെച്ചാൽ റോഡിൻ്റെ താഴ് പോർഷനിൽ അതേ ലെവലിലായിരിക്കും നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് കൊടുക്കുന്നുണ്ടാവുക, പൈപ്പ്സ് കൊടുക്കുന്നുണ്ടാവുക. ഇപ്പോൾ ഏതെങ്കിലും ഒരു പൈപ്പ്സിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരികയാണ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും റോഡ്സ് കുറച്ച് മാറ്റിയിട്ട് പൊളിച്ചിട്ടൊക്കെ ആയിരിക്കും, വെച്ചാൽ റോഡിൽ തന്നെയാണ് അവിടെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നത്. കാരണം അതിൻ്റെ അടിയിലാണ് ഈ ലൈൻസ് എല്ലാം പോയേക്കുന്നത്.
ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ഡിസ്ട്രിബ്യൂഷൻ ലേഔട്ട്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഡെഡ് എൻഡ് സിസ്റ്റം, സെക്കൻഡ് ഗ്രിഡ് ആൻഡ് സിസ്റ്റം, തേർഡ് വൺ റിംഗ് സിസ്റ്റം, ഫോർത്ത് റേഡിയൽ സിസ്റ്റം. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഇതാണ് ഡെഡ് എൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഡെഡ് എൻഡ് അല്ലെങ്കിൽ നമുക്ക് ട്രീ സിസ്റ്റം എന്ന് പറയാം. എം എന്ന് കാണിച്ചിരിക്കുന്നത് മെയിൻ പൈപ്പാണ്, ബി ബ്രാഞ്ച് പൈപ്പ്, എസ് സബ് മെയിൻസ് ആണ്, ദെൻ കട്ട് ഓഫ് വാൽവ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ബ്രാഞ്ചസും കാര്യങ്ങളും വന്നൊരു ജസ്റ്റ് ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ ട്രീ സിസ്റ്റം എന്നുകൂടി ഇതിനെ പറയുന്നത്. ഇതിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഒരു മെയിൻ പൈപ്പ് ലൈനാണുള്ളത്, ഒരു മെയിൻ സപ്ലൈ ലൈനാണുള്ളത്. അതിൽ നിന്നാണ് നമുക്ക് നമ്പർ ഓഫ് മെയിൻ ബ്രാഞ്ചസ് കാണും. നമ്പർ ഓഫ് മെയിൻ ബ്രാഞ്ചസ് എന്നുവെച്ചാൽ സബ് മെയിൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു മെയിൻ പൈപ്പ് കാണും, അതിൽ നിന്ന് നമ്പർ ഓഫ് സബ് മെയിൻസ് ഉണ്ടാവും. ആ സബ് മെയിൻസിൽ നിന്നും ബ്രാഞ്ചസിനെ ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. ആ ബ്രാഞ്ചസ് ഡിവൈഡ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ലാറ്ററൽസ് എന്ന് പറയുന്നത്. ഈ ലാറ്ററൽസിൽ നിന്നാണ് സർവീസ് കണക്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ഡെഡ് എൻഡ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഡെഡ് എൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഡെഡ് എൻഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ പൊതുവേ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഓൾഡ് ടൗൺസിനും സിറ്റീസിനുമാണ്. എന്നുവെച്ചാൽ ഡെഫിനറ്റ് ആയിട്ടൊരു റോഡ് പാറ്റേൺ കാണാത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ ഡെഡ് എൻഡ് സിസ്റ്റം പൊതുവേ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു മെയിൻ സപ്ലൈ ലൈനായിരിക്കും ഉണ്ടായിരിക്കുക, അതിൽ നിന്നാണ് സബ് മെയിൻ പൈപ്പ്സ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ആ സബ് മെയിൻസിൽ നിന്നാണ് ബ്രാഞ്ച് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആ ബ്രാഞ്ചിനെയാണ് നമ്മൾ ലാറ്ററൽസ് എന്ന് പറയുന്നത്. ഈ ലാറ്ററൽസിൽ സർവീസ് കണക്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരുപാട് ഡെഡ് എൻഡ്സ് ഉണ്ട്, അതാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇനി എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഡെഡ് എൻഡ് സിസ്റ്റത്തിനുള്ളതെന്ന് നോക്കാം. ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ക്യാൻ ബി സോൾവ് ഈസിലി. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് ഡിസ്ചാർജസ് ആൻഡ് പ്രഷർ ഈസിയർ ഡ്യൂ ടു ലെസ് നമ്പർ ഓഫ് വാൽവ്സ്. വാൽവ്സിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഡിസ്ചാർജും പ്രഷറും ഒക്കെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതുപോലെ ഡെഡ് എൻഡ് സിസ്റ്റം എന്ന് പറയുന്നത് ചീപ്പാണ്, സിമ്പിളാണ്. കട്ട് ഓഫ് വാൽവ്സ് ഒക്കെ വളരെയധികം കുറവ് മാത്രം മതി നമുക്ക്. പൈപ്പിൻ്റെ ലെങ്തും ഷോർട്ട് ലെങ്ത് മതിയാവും. അതുപോലെ തന്നെ പൈപ്പിൻ്റെ ലേയിങ്ങും ഈസിയാണ്. ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനും എക്സ്പാൻഡ് ചെയ്യാനും ഈസിയാണ്. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസ് ആണ് ഡെഡ് എൻഡ് സിസ്റ്റത്തിനുള്ളത്. ഇനി എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് നോക്കാം. ഡ്യൂ ടു മെനി ഡെഡ് എൻഡ്സ് സ്റ്റാഗ്നേഷൻ ഓഫ് വാട്ടർ ഒക്കേഴ്സ് ഇൻ പൈപ്പ്സ്. നമ്മൾ പറഞ്ഞു ഒരുപാട് ഡെഡ് എൻഡ്സ് ഉണ്ട്. അപ്പോൾ ഡെഡ് എൻഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ആ പൈപ്പിൽ സ്റ്റാഗ്നേഷൻ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ് വി ക്യാൻ റീച്ച് എ പെർട്ടിക്കുലർ പോയിന്റ് ഓൺലി ത്രൂ ഓൺ റൂട്ട്. നമുക്ക് ഒരു റൂട്ടിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വാട്ടർ സപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡാമേജ് ഓർ റിപ്പയർ ഇൻ എനി പൈപ്പ് ലൈൻസ് വിൽ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ദ വാട്ടർ സപ്ലൈ ഇൻ ദാറ്റ് ഏരിയ. ഇപ്പോൾ എന്തെങ്കിലും ഡാമേജ് അല്ലെങ്കിൽ റിപ്പയർ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പോർഷനിൽ മാത്രമല്ല ആ ഏരിയ ഫുള്ളായിട്ട് എന്ത് ചെയ്യും, വാട്ടർ സപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. സപ്ലൈ ഡ്യൂറിങ് ഫയർ ഫൈറ്റിംഗ് കനോട്ട് ബി ഇൻക്രീസ്ഡ് ബൈ ഡൈവേർട്ടിംഗ് എനി അതർ സപ്ലൈസ് ടു ബി എഫക്റ്റഡ് ഏരിയ. ഇപ്പോൾ എന്തെങ്കിലും ഫയർ ബ്രേക്ക് ഉണ്ടായി എന്ന് വെക്കുക, നമുക്ക് ആ കപ്പാസിറ്റിയിൽ അത്രയും പ്രഷറിൽ നമുക്ക് ചിലപ്പോൾ വാട്ടർ കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല ഡെഡ് ആൻഡ് സിസ്റ്റത്തിൽ. രണ്ടാമത്തെ സിസ്റ്റമാണ് ഗ്രിഡ് അയൺ സിസ്റ്റം. അപ്പോൾ ഗ്രിഡ് അയൺ സിസ്റ്റത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയിൻ പൈപ്പ് ഉണ്ട്, ബ്രാഞ്ച് ഉണ്ട്, സബ് മെയിൻ, കട്ട് ഓഫ് വാൽവ്സ് ഒക്കെ ഉണ്ട്. ഒരു റെക്ടാംഗുലർ സെക്ഷനാണ് നമ്മൾ ഈ കാണുന്ന ഗ്രിഡ് അയൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഡെഡ് അയൺ സിസ്റ്റത്തിനേക്കാളും ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് ഗ്രിഡ് അയൺ സിസ്റ്റം. ഇതിൻ്റെ പാറ്റേൺ ഗ്രിഡ് പാറ്റേൺ ആണ്. It is suitable for cities with a rectangular layout where the water mains and the branches are laid in rectangles. നമ്മൾ ഓൾറെഡി പറഞ്ഞു റെക്ടാംഗിൾ ഷേപ്പിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഗ്രിഡ് പാറ്റേണിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഗ്രിഡ് പാറ്റേണിന് ഇൻ്റർലേസ്ഡ് സിസ്റ്റം അല്ലെങ്കിൽ റെട്ടിക്കുലേഷൻ സിസ്റ്റം എന്നും പറയാറുണ്ട്. സബ് മെയിൻസ് ആൻഡ് ബ്രാഞ്ചസ് ആർ ഓൾ ഇൻ്റർകണക്റ്റഡ് വിത്ത് ഈച്ച് അതർ. ഇതിൽ സബ് മെയിൻസും ബ്രാഞ്ചസും എല്ലാം ഇൻ്റർകണക്റ്റഡ് ആണ്, ഒന്നും മറ്റൊന്നുമായിട്ട് കണക്റ്റഡ് ആണ്. അഡോപ്റ്റഡ് ഇൻ എ വെൽ പ്ലാൻഡ് സിറ്റീസ് വെയർ റോഡ്സ് ആർ ഡെവലപ്ഡ് ഇൻ എ ഗ്രിഡ് അയൺ പാറ്റേൺസ്. നമ്മൾ പൊതുവേ ഇത് വെൽ പ്ലാൻഡ് സിറ്റീസിലാണ് ഗ്രിഡ് അയൺ പാറ്റേൺ സിസ്റ്റം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റോഡ്സ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രിഡ് അയൺ പാറ്റേണിലാണെങ്കിൽ അത്രയും പ്രിഫറബിൾ ആയിരിക്കും നമ്മുടെ ഈ ഒരു സിസ്റ്റം. ഇനി അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വാട്ടർ ഈസ് കെപ്റ്റ് ഇൻ ഗുഡ് സർക്കുലേഷൻ ഡ്യൂ ടു ദി ആബ്സെൻസ് ഓഫ് ഡെഡ് എൻഡ്. ഡെഡ് എൻഡ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ഒരു നല്ലൊരു സർക്കുലേഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഇൻ ദി കേസ് ഓഫ് ബ്രേക്ക് ഡൗൺ ഇൻ സം സെക്ഷൻ വാട്ടർ ഈസ് അവൈലബിൾ ഫ്രം സം അതർ ഡയറക്ഷൻ. ഇപ്പോൾ നേരത്തെ പോലെ നമ്മൾ ഡെഡ് എൻഡിൽ പറഞ്ഞതുപോലെ ഒരു മെയിൻ്റനൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ വരികയാണ് എങ്കിൽ ആ ഫുൾ ഏരിയയിൽ എന്ത് ചെയ്യത്തില്ല, വാട്ടർ സപ്ലൈ ക്യാൻസലായി പോകത്തില്ല. ആ ഒരു ചെറിയൊരു ഡയറക്ഷൻസിലുള്ള കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം
വാട്ടർ സപ്ലൈ കാണത്തില്ല. ബാക്കി മറ്റ് ഡയറക്ഷൻസിലെല്ലാം തന്നെ എന്ത് നടക്കും? വാട്ടർ സപ്ലൈ നടക്കും. വാട്ടർ റീച്ചസ് ആൾ പോയിൻറ്റ്സ് വിത്ത് മിനിമം ഹെഡ് ലോസ്. ഒരു മിനിമം ഹെഡ് ലോസ് കൂടി തന്നെ എല്ലാ പോയിൻറ്റ്സിലും വാട്ടർ സപ്ലൈ ചെയ്യാൻ പറ്റും. ഡ്യൂറിങ് ഫയർ മോർ വാട്ടർ ക്യാൻ ബി ഡൈവേർട്ടഡ് ടുവേർഡ്സ് ദി എഫക്റ്റഡ് പോയിൻറ്റ് ഫ്രം വേരിയസ് ഡയറക്ഷൻസ്. നമ്മൾ ഫയർ ബ്രേക്ക് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടുതൽ വാട്ടർ സപ്ലൈ അല്ലെങ്കിൽ കൂടുതൽ പ്രഷറിൽ നമുക്ക് വാട്ടർ സപ്ലൈ ചെയ്യാൻ ഈ ഗ്രിഡ് അയൺ സിസ്റ്റത്തിൽ പറ്റും. ഡിസഡ്വാൻറ്റേജസ് നോക്കാം. എക്സാക്റ്റ് കാൽക്കുലേഷൻ ഓഫ് സൈസസ് ഓഫ് പൈപ്സ് ഈസ് നോട്ട് പോസിബിൾ ഡ്യൂ ടു പ്രൊവിഷൻ ഓഫ് വാൽവ്സ് ഓൺ ഓൾ ബ്രാഞ്ചസ്. നമുക്ക് പൈപ്സിൻ്റെ എണ്ണവും വാൽവ്സിൻ്റെ എണ്ണമൊക്കെ മുന്നത്തെ അപേക്ഷിച്ച് ഒരുപാട് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എക്സാക്റ്റ് ഈ പൈപ്പിൻ്റെ സൈസിൻ്റെ കാൽക്കുലേഷനൊന്നും അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. കാരണം ഓരോ ബ്രാഞ്ചസിനും വാൽവ്സൊക്കെ ഒരുപാട് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. കോസ്റ്റ് കൂടുതലാണ്. അതുപോലെ തന്നെ പൈപ്പിന് ലെങ്ത് കൂടുതൽ വേണം. സ്ലൂയിസ് വാൽവ് എന്ന് പറയുന്നത് ഒരുപാട് നമ്പേഴ്സ് നമുക്ക് ആവശ്യമായിട്ട് വരും. അതുപോലെ ഡിഫിക്കൽട്ടാണ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് സിസ്റ്റമാണ് റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതും ഗ്രിഡ് അയണിൻ്റെ ഏകദേശം ഒരേ ലെവലാണ് വരുന്നത്, ഒരേ സെയിം പാറ്റേൺ ആണ് വരുന്നത്. ഇതും റെക്റ്റാങ്കിൾ സെക്ഷൻ തന്നെയാണ്. ഇതൊരു ക്ലോസ്ഡ് സെക്ഷനാണ് റിംഗ് സെക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൽ മെയിൻ പൈപ്പ്സ്, സബ് മെയിൻസ്, കട്ട് ഓഫ് വാൽവ്സ് ഒക്കെ ഉണ്ട്. ഇതിനെ നമുക്ക് സർക്കുലർ സിസ്റ്റം എന്നും പറയുന്നുണ്ട്, ഓൾസോ കോൾഡ് സർക്കുലർ സിസ്റ്റം. എ ക്ലോസ്ഡ് റിംഗ് എയ്തർ സർക്കുലർ ഓർ റെക്ടാങ്കുലർ ഓഫ് മെയിൻ പൈപ്പ് ഈസ് ഫോംഡ് അറൌണ്ട് ദി ഏരിയ ടു ബി സെർവ്ഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്, ഒരു ക്ലോസ്ഡ് റിംഗ് ആണ്. ചിലപ്പോൾ സർക്കുലർ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഷേപ്സിൽ നമുക്ക് മെയിൻ പൈപ്പ്സിനെ ഫോം ചെയ്യാൻ പറ്റും. ദി സിസ്റ്റംസ് ഓൾസോ ഫോളോസ് ദി ഗ്രിഡ് ആൻഡ് സിസ്റ്റംസ് വിത്ത് ദി ഫ്ലോ പാറ്റേൺ സിമിലർ ഇൻ ക്യാരക്ടേഴ്സ് ഓഫ് ദാറ്റ് ഓഫ് ഡെഡ് ആൻഡ് സിസ്റ്റം. വേറെ ഒന്നുമല്ല, നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഗ്രിഡ് ആൻഡ് സിസ്റ്റത്തിനെ ഫോളോ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് എന്ത് റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഏരിയ ഈസ് ഡിവൈഡഡ് ഇൻറ്റു റെക്ടാങ്കുലർ ഓർ സർക്കുലർ ബ്ലോക്സ്. സോ ഡിറ്റർമിനേഷൻ ഓഫ് ദ സൈസ് ഓഫ് പൈപ്പ്സ് ഈസ് ഈസി. ഈ ഡിസ്ട്രിബ്യൂഷൻ ഏരിയയെ നമ്മൾ റെക്ടാങ്കുലർ അല്ലെങ്കിൽ സർക്കുലർ ബ്ലോക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൈപ്പ്സിൻ്റെ ഡിറ്റർമിനേഷൻ, പൈപ്പ്സിൻ്റെ സൈസിൻ്റെ ഡിറ്റർമിനേഷൻ എല്ലാം നമുക്ക് ഈസിയാണ്. നമ്മൾ ഗ്രിഡ് വരുന്ന സമയത്ത് പറഞ്ഞു അതിൻ്റെ ഡിറ്റർമിനേഷൻ കുറച്ച് പാടാണ്. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് ആ ഒരു പൈപ്പിൻ്റെ സൈസ് ഡിറ്റർമിനേഷൻ ഈസിയാണ്, കാരണം ഇത് ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റിംഗ് സിസ്റ്റം പൊതുവെ വെൽ പ്ലാൻഡ് സിറ്റീസിലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. റിംഗ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. വാട്ടർ ക്യാൻ ബി സപ്ലൈഡ് ടു എനി പോയിൻറ്റ് ഫ്രം അറ്റ്ലീസ്റ്റ് 2 ഡയറക്ഷൻസ്. നമ്മൾ നേരത്തെ ഡെഡ് എൻഡ് പറഞ്ഞായിരുന്നു ഒരു പോയിന്റിലൂടെ മാത്രമേ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിൽ അങ്ങനെയല്ല, അറ്റ്ലീസ്റ്റ് 2 ഡയറക്ഷൻസിലൂടെ എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ടർ സപ്ലൈ ചെയ്യാൻ പറ്റും. മോർ യൂസേഴ്സ് ക്യാൻ ബി ഇൻസ്റ്റാൾഡ് ടു ദ സിസ്റ്റം ദാൻ ദി റേഡിയൽ സിസ്റ്റം. ഒരുപാട് പേര് യൂസ് ചെയ്യുന്നത് റേഡിയൽ സിസ്റ്റത്തിനെ അപേക്ഷിച്ച് എന്ത് തന്നെയാണ്? റിംഗ് സിസ്റ്റം തന്നെയാണ്. കമ്പയർഡ് ടു റേഡിയൽ സിസ്റ്റം വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് ലെസ് അലോങ് ദ ഡിസ്ട്രിബ്യൂഷൻ ലൈൻസ്. ഡിസ്ട്രിബ്യൂഷൻ ലൈനിന് അലോങ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് റേഡിയൽ സിസ്റ്റത്തിനേക്കാളും കുറവായിരിക്കും. ഡിസ്അഡ്വാൻറ്റേജസ് ആണ് ഇനി നോക്കാൻ പോകുന്നത്. റിംഗ് ഈസ് വെരി എക്സ്പെൻസീവ് ആൻഡ് റിക്വയർസ് മോർ മെറ്റീരിയൽസ് ദാൻ റേഡിയൽ. എക്സ്പെൻസ് കൂടുതലാണ്. റേഡിയലിനെ അപേക്ഷിച്ച് മെറ്റീരിയൽസ് കൂടുതൽ വേണം. അതുപോലെ ഹൈ മെയിൻ്റനൻസ് കോസ്റ്റ് ആണ്. നമ്മൾ ഇപ്പോൾ നോട്ട് യൂസബിൾ വെൻ ക്ലയൻറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദി ഏരിയ. യൂസ് ചെയ്യുന്ന ക്ലയൻറ്റ് ഇപ്പോൾ ഒരു ഏരിയയുടെ സെൻട്രൽ പോർഷനിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ റിംഗ് സിസ്റ്റം അത്ര പ്രിഫറബിൾ ആയിരിക്കത്തില്ല. ലാസ്റ്റ് സിസ്റ്റമാണ് റേഡിയൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ മുന്നേ നോക്കിയ 3 ഫിഗറിനേക്കാളും വ്യത്യാസമുണ്ട് റേഡിയൽ സിസ്റ്റം. കാരണം ഇതിലൊരു എക്സ്ട്രാ സംഭവം കൂടെ ആഡ് ആയിട്ട് വരുന്നുണ്ട്. മെയിനും സബും ബ്രാഞ്ചും എല്ലാം ഉണ്ട്. പക്ഷേ ഇതിൽ ഡിസ്ട്രിബ്യൂഷൻ റിസർവോയർ എന്ന് പറയുന്ന ഒരു സംഭവം എക്സ്ട്രാ വന്നിട്ടുണ്ട്. റേഡിയൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഡയറക്ഷനിലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഹൈ എഫിഷ്യൻറ്റ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ ഡിസൈൻ ആയാലും കാൽക്കുലേഷൻ ആയാലും അത്ര ഡിഫിക്കൽറ്റി അല്ല, കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും ഡിഫിക്കൽറ്റി ഒന്നും അല്ല. ദ ഏരിയ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് സോൺസ്. നമ്മൾ റേഡിയൽ സിസ്റ്റം കൊടുക്കുന്ന സമയത്ത് ഏരിയ ഡിഫറെൻറ്റ് സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. വാട്ടർ ഈസ് ടേക്കൺ ഫ്രം മെയിൻ പൈപ്പ്സ് ആൻഡ് പംപ്ഡ് ഇൻ ടു എ ഡിസ്ട്രിബ്യൂഷൻ റിസർവോയർ through sub-mains. Distribution reservoir kept in the middle of the each zone. The supply pipes are laid radially ending towards the periphery. വേറൊന്നുമല്ല, നമുക്കൊരു മെയിൻ പൈപ്പ് കാണും. ആ മെയിൻ പൈപ്പിൽ നിന്ന് നേരെ സബ് മെയിൻസ് വഴി ഡിസ്ട്രിബ്യൂഷൻ റിസർവോയറിലോട്ടായിരിക്കും വരുന്നത്. ഈ ഡിസ്ട്രിബ്യൂഷൻ റിസർവോയറിൽ നിന്നായിരിക്കും നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത്, വാട്ടർ സപ്ലൈ ചെയ്യുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് റേഡിയൽ സിസ്റ്റം ആണ് ഇനി. ഇറ്റ് ഗീവ്സ് ക്വിക്ക് സർവീസസ്, simplest effort at only in the end, low initial cost, calculation of pipe sizes is easy,
Preferred when the station is located at the center of the road, require less amount of cable. Last one, low maintenance. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. Then disadvantages. Then end of the distributor near to the substations gets heavily loaded. When the load on the distributors changes, the client at the distant end of the distributor faces serious voltage fluctuations. Users are dependent on single feed and distributors a fault on any of these two cases, interruptions in supply to all the users connected to that distributors. സബ്സ്റ്റേഷന് സമീപത്തുള്ള നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ആ ഒരു എൻഡിലോട്ട് വരുന്ന സമയത്ത് ലോഡ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഈ ലോഡിൽ ചേഞ്ച് വരുന്ന സമയത്ത് അവിടെ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഡിസ്ട്രിബ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നുള്ള നമ്മുടെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ക്ലയൻസിന് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ തടസ്സപ്പെടാനുള്ള സാധ്യതയും ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ലേ ഔട്ട് പറയുന്നത്. ലേ ഔട്ടിലെ 4 മെത്തേഡ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് 4 ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നന്നായിട്ട് നോക്കുക.